ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ധാരാളമായിട്ട് പറമ്പുകളിലും വീട്ടുമുറ്റത്തും പാടങ്ങളിലുമൊക്കെ കണ്ടുവരുന്ന ഒരു ചെടിയാണ് മുത്തങ്ങ പുല്ല്. അപ്പോൾ ഇത് നമ്മൾ പുല്ലാണെന്ന് കരുതി പലരും ഇത് പറിച്ച് കളയാറാണ് പതിവ്. ചില സ്ഥലങ്ങളിൽ ഇതിനെ പെരുങ്കോര, ചെറുങ്കോര എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ നട്ട് ഗ്രാസ് എന്നാണ് അറിയപ്പെടാറുള്ളത്. രണ്ട് തരത്തിലുള്ള മുത്തങ്ങ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുണ്ട്, പെരുങ്കോരയും ചെറുങ്കോരയും. അപ്പോൾ ഇതിൽ ചെറുങ്കോരയാണ് കിഴങ്ങുണ്ടാവുന്നത്. നമുക്ക് മുത്തങ്ങയുടെ കിഴങ്ങ് ഉണങ്ങിയാണ് സൂക്ഷിക്കുന്നത്. കിഴങ്ങുകൾ ചെറിയ കയ്പരസമാണെങ്കിലും പോഷക ഗുണങ്ങൾ അനവധിയാണ്. കരൾ രോഗത്തിന് ഫലപ്രദമാണ്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന മൂത്രതടസ്സത്തിനും അരിക്കാടിയിൽ മുത്തങ്ങ അരച്ച് പൂക്കളിൽ പുരട്ടിയാൽ മൂത്രതടസ്സം മാറും എന്ന് പറയപ്പെടുന്നു. കൂടാതെ കരപ്പൻ പോലെയുള്ള അസുഖങ്ങൾ വന്ന പാട് മാറാനായിട്ട് മുത്തങ്ങ, ചിറ്റമൃത്, മരമഞ്ഞൾ എന്നിവ സമൂലം അരച്ച് പുറമേ പുരട്ടാറുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ആ പാടും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. ഇതിൻ്റെ കിഴങ്ങാണ് നമ്മൾ കൂടുതലായിട്ട് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പ്രസവശേഷം സ്ത്രീകൾക്ക് മുലപ്പാൽ വർധനയ്ക്ക് ഇതിൻ്റെ കിഴങ്ങ് പാലിൽ അരച്ച് കാച്ചി കുടിച്ചാൽ വളരെ നല്ലതാണ്. വയറിലുണ്ടാകുന്ന അസുഖങ്ങൾ, വയറിളക്കം, കരൾ രോഗം, ബുദ്ധിവികാസത്തിന് ഒക്കെ സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. കുട്ടികൾക്കുണ്ടാകുന്ന ഉദരരോഗങ്ങൾക്ക് ഇതിൻ്റെ കിഴങ്ങും അരിയും ചേർത്ത് അപ്പം ഉണ്ടാക്കി കൊടുത്താൽ ഒട്ടുമിക്ക ഉദരരോഗത്തിന് നല്ലതാണ്. ദഹന പ്രശ്നങ്ങൾക്ക് ഇതിൻ്റെ കിഴങ്ങ് തേനിൽ അരച്ച് കൊടുക്കും. ഇതിൻ്റെ കിഴങ്ങ് ഒരു പ്രത്യേക ഗന്ധമാണ്. അതുപോലെ തന്നെ പീരീഡ് സമയങ്ങളിൽ ഉണ്ടാകുന്ന വയറുവേദനയ്ക്കും ഇതിൻ്റെ 4-5 കിഴങ്ങെടുത്ത് വെള്ളത്തിൽ തിളപ്പിച്ച് കൊടുത്താൽ വയറുവേദന ഉണ്ടാവില്ല. ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഗ്രഹണിക്ക് നല്ലൊരു മരുന്നാണ്. ഇതിൻ്റെ കിഴങ്ങ് അരച്ച് പാലിൽ കാച്ചി കൊടുത്താൽ നല്ല ഫലപ്രദമാണ്. വേദന സംഹാരിയാണ്. വയറുവേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് നമ്മുടെ മുറ്റത്തു നിന്നും കിട്ടുന്ന ഏറ്റവും നല്ലൊരു ഔഷധമാണ്. കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന വിയർപ്പ് നാറ്റത്തിന് ഇതിൻ്റെ കിഴങ്ങ് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ വിയർപ്പ് വാട മാറിക്കിട്ടും. അതുമാത്രമല്ല, നമ്മുടെ ദാഹശമനിയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ തൊലിയെല്ലാം നല്ലപോലെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഉണക്കി സൂക്ഷിച്ചാൽ നമുക്ക് ദാഹശമനിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പണ്ട് കാലത്ത് എൻ്റെ വീട്ടിൽ അമ്മൂമ്മയൊക്കെ ഇത് മുത്തങ്ങയുടെ കിഴങ്ങ് ധാരാളമായിട്ടെടുത്ത് ഉണങ്ങി സൂക്ഷിച്ച് വെക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടികൾക്കൊക്കെ പാലിൽ ചാലിച്ച് തരാറുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്നൊക്കെ കിട്ടിയ കുറച്ച് അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.